കലോത്സവത്തിന്റെ 4ാം ദിവസം കാണികളുടെ കണ്ണും മനവും കവർന്നത് നാടോടി നൃത്തവും വൃന്ദവാദ്യവും നാടകവും ഒക്കെയായിരുന്നു. ഹൈസ്കൂൾ വിഭാഗം വൃന്ദവാദ്യത്തിൽ ആകെ 16 ടീമുകളാണ് മത്സരിക്കാനുണ്ടായിരുന്നത്. ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച 10 ടീമുകളും എ ഗ്രേഡ് നേടിക്കൊണ്ടാണ് മടങ്ങിയത്. ഉപകരണങ്ങൾ കൈകാര്യം ചെയ്തതിലും കൈയടക്കത്തിലും മത്സരാർത്ഥികൾ ഒന്നിനൊന്ന് മികച്ചു നിന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിലേതിൽ നിന്നും വ്യത്യസ്തമായി പെൺകുട്ടികൾ മാത്രമടങ്ങിയ സംഘങ്ങളും മത്സരത്തിനുണ്ടായിരുന്നു. തൃശൂർ SHCGHSSലെ ആൻ മേരി ബെൻസനും സംഘവും അതിലൊന്നായിരുന്നു. എല്ലാം മറന്ന തേക്കിൻകാട് മൈതാനത്തിലെ വേദി 2 പാരിജാതത്തിലെ കലാപ്രകടനങ്ങൾ കാണാനെത്തിയ കാണികളും താളം പിടിച്ചു. കാണികളുടെ മനം കവരുന്ന താളലയ വിന്യാസമാണ് ഓരോ ടീമും കാഴ്ചവെച്ചത്. ചിലർക്ക് ഉപകരണ വാദ്യങ്ങളുടെ ലയം അല്പം പിഴച്ചതൊഴിച്ചാൽ വൃന്ദവാദ്യ മത്സരം കേമമായിരുന്നു. കാസർഗോഡ് CHSS ചട്ടഞ്ചാലിൽ നിന്നെത്തിയ മുഹമ്മദ് ഹൻഫാസും സംഘവും ആസ്വാദക ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ സിനിമാ ഗാനങ്ങളുടെ ഈണങ്ങൾ കൂടി ചേർത്ത് വായിച്ചതോടെ അതൊരു ഹൃദയാനുഭവമായി. തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജോത്സ്ന എസ് പൈയും സംഘവും ഒരുക്കിയ ഫ്യൂഷനും ആകർഷകമായിരുന്നു. വീണയും വയലിനും തകിലും ഇലക്ട്രിക് ഓർഗനുമായെത്തിയ പെൺകുട്ടികളുടെ സംഘം തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. ഈ ഇനത്തിൽ 10 പേർക്ക് എ ഗ്രേഡും 4 ടീമുകൾക്ക് ബി ഗ്രേഡും ലഭിച്ചു. ടീമുകളുടെ ബാഹുല്യം ഉണ്ടായിരുന്നുവെങ്കിലും ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്ത മത്സരം പ്രമേയങ്ങളുടെ വ്യത്യസ്തത കൊണ്ടും അവതരണത്തിലെ പുതുമ കൊണ്ടും മികവുറ്റതായിരുന്നു. സമകാലിക വിഷയങ്ങൾക്കൊപ്പം പുരാണ കഥകളുടെ പുനരാവിഷ്കരണവും സംഘനൃത്ത വേദിയിൽ കാണാനായി. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയനന്ദ പിപിയും സംഘവും മഹിഷാസുര നിഗ്രഹമാണ് രംഗത്ത് അവതരിപ്പിച്ചത്. പിണറായിയിലെ AKG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നെത്തിയ നിയ ശ്രീജേഷും സംഘവും തെരഞ്ഞെടുത്തത് മുഗൾ ചക്രവർത്തി അക്ബറിന്റെ മകൻ ജഹാംഗീറും നർത്തകി ദാസിയുമായ അനാർക്കലിയുമായുള്ള അനശ്വര പ്രണയത്തിന്റെ കഥയാണ്. അച്ഛനും പുത്രനും നേർക്കുനേർവാളോങ്ങി ചുറ്റും കനൽ കത്തി നിന്നു. അക്ബർ ജഹാംഗീർ പരസ്പരം പോരടിച്ച പ്രേമയുദ്ധം ചരിത്രം. പ്രണയത്തിനായടരാണി മകൻ സലീം ഹൃദയം തകർന്നു വീണല്ലോ. നവകേരള ശില്പിയും നവയുഗ പ്രഭാവനുമായ സ്വാതി തിരുനാളിന്റെ സംഗീതയാത്രയും സംഘനൃത്തമായി അവതരിക്കപ്പെട്ടു. പൂർണ്ണത്രയേശന്റെ അവതാരകഥ പറഞ്ഞ അരുണിമ അരുണിന്റെയും സംഘത്തിന്റെയും പ്രകടനവും മികച്ചതായിരുന്നു.
കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണന്റെ വൈജയന്തി വേൽപ്രയോഗമേറ്റ് കൊല്ലപ്പെട്ട ഭീമസേനന്റെയും ഹിഡംബിയുടെയും പുത്തൻ ഘടോൽഖജന്റെ ജഡം ഏറ്റുവാങ്ങാനെത്തുന്ന കാടിന്റെ മകൾ കടാങ്കടയുടെ കഥ പറഞ്ഞ കോട്ടയം സെയിന്റ് ആൻസ് GHSSലെ ദേവനന്ദ ശാലുവിന്റെ ടീമും ഏറെ കയ്യടി നേടി. കാസർഗോഡ് ചട്ടഞ്ചാൽ CHSSലെ അപ്സര മോഹനും സംഘവും നന്ദനത്തിലെ ബാലാമണിയുടെയും ഉണ്ണിയമ്മയുടെയും കഥയാണ് പറഞ്ഞത്. സുൽത്താൻ ബത്തേരി GS VHSSലെ ആർച്ച നായരും സംഘവും തോറ്റംപാട്ടിന്റെ തെയ്യത്തിന്റെയും അകമ്പടിയോടെ വേദിയിൽ നിറഞ്ഞാടി. മനയത്തിൽ പാർവണ ചന്ദ്രിക പോലെ 17 അഴകായി ഉണ്ണിമായ ശിവാംശമായ ഗുളികൻ തെയ്യത്തിന്റെ ഉദ്ഭവമാണ് ഇവർ സംഘനൃത്തത്തിലൂടെ കാണികളുമായി സംവദിച്ചത്. ഓം ശ്രീ മഹാദേവന വലത്തെ തൃക്കാൽ പുരവടിവേൽ വച്ചുകൊണ്ട് കരിങ്കാലൻ തിരുമണി ആകാശത്തോളം നീളവും അന്തരീക്ഷം സർവതാളം. ETV ഭാരത്, തൃശൂർ.